നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യദുവിനെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ. മുൻ തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനുമായി ഉണ്ടായ തർക്കത്തിൽ സ്വന്തം ഉപജീവന മാർഗമായ KSRTCയിലെ ജോലി നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യത്തിലെത്തിയ യുവാവാണ് യദു. പിന്നീട് നിത്യച്ചെലവിനായി ഊബറൊക്കെ ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ആര്യ രാജേന്ദ്രൻ മേയർ പദവിയിൽ നിന്ന് മാറുകയും തിരിച്ച് BJPയുടെ മേയർ വരികയും ഒക്കെ ചെയ്തിരുന്നു. ആര്യ രാജേന്ദ്രനാണ് തിരുവനന്തപുരത്തെ തോൽവിയുടെ പ്രധാന കാരണക്കാരിയെന്നടക്കമുള്ള മുദ്ര കുത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതിൽ യദുവിന്റെ വിഷയം വലിയൊരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്നുമല്ല, പാവം ഡ്രൈവറായിട്ടുള്ള യദുവിനെ ഇത്തരത്തിൽ ആര്യ രാജേന്ദ്രന്റെ ചില പെരുമാറ്റം കൊണ്ടും ഇടപെടൽ കാരണം ജോലി പോലും നഷ്ടപ്പെട്ട യദു എന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും അദ്ദേഹത്തിന് വലിയൊരു പിന്തുണ ലഭിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ യദുവിന് ആശ്വസിക്കാൻ ഒരു വാർത്ത പുറത്തു വരുന്നത്, മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട KSRTC താൽക്കാലിക ഡ്രൈവറായിരുന്ന യദുവിന് നിയമനം വരികയാണ്. നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറായാണ് നിയമിച്ചിരിക്കുന്നത്. എന്തായാലും ആ താൽക്കാലിക ഡ്രൈവറായി നിയമിച്ച വാർത്ത അത് ഏവർക്കും ആശ്വാസം പകർന്നു തന്നെയാണ്. അത് മാത്രമല്ല, അദ്ദേഹം ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എഴുതിയിട്ടതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഗവൺമെന്റ് തന്നെ അദ്ദേഹത്തിന്റെ പേര് വന്നതിനെ തുടർന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജോലിയിലേക്ക് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പൂന്തുറ ഡിപ്പോയിൽ നിന്നുമാണ് ജോലി ലഭിക്കുക എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ആദ്യ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ തന്നെ പാസ്സാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ തന്നെ നടന്നു വരുന്ന ഈ ഒരു ഘട്ടത്തിലാണ് താൽക്കാലികമായി നിയമസഭയിൽ അദ്ദേഹത്തിന് ജോലി നൽകിയിരിക്കുന്നത്. എന്തായാലും ജോലിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യദു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ രംഗത്ത് എത്തിയത്. അന്നത്തെ ഗതാഗത മന്ത്രിക്ക് ഉൾപ്പെടെ കത്ത് നൽകിയിരുന്നു. ഒന്നെങ്കിൽ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പറഞ്ഞുവിടണം എന്ന് യദു കത്തിൽ പറഞ്ഞിരുന്നു. ആര്യ രാജേന്ദ്രന്റെ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയാണ് നടു റോഡിൽ വാക്കുപോലെ നടന്നത്. തിരുവനന്തപുരത്ത് പാളയത്ത് വെച്ചായിരുന്നു സംഭവം. പ്ലാമൂട് വെച്ച് ആദ്യം ബസ് കാറിനെ ഇടിക്കുന്ന രീതിയിൽ അപകടകരമായി ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്നുമായിരുന്നു മേയറുടെ പരാതി. ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ യദുവിനെതിരെ കേസെടുത്തിരുന്നു. നേരത്തെ യദു പരാതി നൽകിയിരുന്നെങ്കിലും കേസെടുക്കാൻ ആദ്യം പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീട് കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് മേയർക്കും ഭർത്താവിനുമെതിരെ കേസ് എടുത്തത്. പിന്നീട് ഈ കേസിൽ നിന്ന് മേയറിന്റെയും ഭർത്താവിന്റെയും പേര് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മേയറിന്റെ സഹോദരന്റെ പേര് മാത്രമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, യദുവിന്റെ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് 3 ഇടങ്ങളിലായാണ് യദുവിന് എതിരെയുള്ള കേസും യദു നൽകിയിട്ടുള്ള കേസും ഒക്കെ നടക്കുന്നത്. എന്തായാലും യദുവിന് നിയമസഭയിൽ നിയമനം എന്ന വാർത്ത അത് വളരെയും സന്തോഷത്തിലാഴ്ത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും യദുവിന് ജോലി എന്നത് ഒരു ആശ്വാസകരം കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം വളരെ സാധാരണ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ മകനുണ്ട്. അദ്ദേഹത്തിന്റെ മകനെ വളർത്തേണ്ട ഒരു സാഹചര്യം, സ്കൂളിൽ പോകണം. മാത്രമല്ല, അദ്ദേഹം ഊബറൊക്കെ ഓടുന്ന സമയത്ത് തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ മുടവൻമുകൾ വാർഡ് കൗൺസിലർ ആയിരുന്നു. ആ മുടവൻമുകളിലൂടെയൊക്കെ തന്നെ ഊബർ ഓടിച്ചു പോകുന്നതും ഡെലിവറി ചെയ്യുന്നതും ഒക്കെ തന്നെ വാർത്തയിൽ വന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും പ്രതീക്ഷയുണ്ടായിരുന്നു. നിയമസഭയിൽ താൽക്കാലിക ജോലി ലഭിച്ചതിൽ ആശ്വാസമുണ്ട് എന്നാണ് യദു നിലവിൽ പറയുന്നത്.